സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയും ചെയ്യും. 9 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. അതിൽ തീരദേശ ജില്ലകൾ ഉൾപ്പെടെ അതീവ ജാഗ്രതയും തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ സജീവമാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും കടലിൽ പോകരുതെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വലിയ മഴക്കെടുതികളൊന്നും ഒരു സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മഴ കൂടുതൽ സജീവമാകുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ പ്രധാനം. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലകളിൽ നിന്നെല്ലാം മഴ മാറി നിൽക്കുന്നു എന്ന അറിയിപ്പാണ് ഇന്നിപ്പോൾ രാവിലെ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ കൂടിയുള്ള രാത്രി യാത്രകൾ, മലയോര മേഖലകളിൽ കൂടിയുള്ള യാത്രകൾക്കൊക്കെ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലും മണ്ണിടിച്ചിലിനും മറ്റും സാധ്യതയുള്ളതിനാലുമാണ് മലയോര മേഖലകളിൽ കൂടി ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാഹചര്യം ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഓക്കെ, 9 ജില്ലകളാണ് യെല്ലോ അലർട്ട് ഉള്ളത്. എന്താണ് എവിടെയൊക്കെ അവധി ഉണ്ടെന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കും. ഒരുപാട് എനിക്ക് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു. നിലവിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണെങ്കിലും 9 ജില്ലകൾ യെല്ലോ അലർട്ട് ആണെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല.